ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ ആക്കണ്ടേ? അങ്ങനെയാണ് വൈൻ ഉണ്ടാക്കിയാലോ എന്ന് തീരുമാനിക്കുന്നത്. വൈൻ മേക്കിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഫേമസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 21 ഡേയ്സ് കൊണ്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനും കരുതി 21 ഡേയ്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഇനി സമയവും ഉണ്ട്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം, കറക്റ്റ് ആവുമോ എന്നറിയാമല്ലോ. അങ്ങനെ എന്തായാലും വൈൻ ഇടാനായിട്ട് പോവുകയാണ്. ആദ്യം ഭരണി വാങ്ങി കേട്ടോ, ഒരു 4 ലിറ്ററിൻ്റെ ഭരണിയാണ് വാങ്ങിയത്. 21 ഡേയ്സ് വൈൻ മേക്കിംഗ് സക്സസ് ആയാൽ വൈനും കുടിക്കാം, വൈൻ ഉണ്ടാക്കി എക്സ്പീരിയൻസും ആകും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. വൈൻ ഉണ്ടാക്കാനായിട്ട് 3 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി ഓരോന്നായിട്ട് നല്ല മുന്തിരി സെലക്ട് ചെയ്ത് കൊത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓരോ മുന്തിരിയായിട്ട് അടർത്തിയെടുക്കാം. കുറച്ച് നേരത്തെ പരിപാടിയുണ്ട് കേട്ടോ. കാര്യം ഇതിൽ ഒരുപാട് ചീത്തയായ മുന്തിരി ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞ് ആദ്യം നല്ല മുന്തിരി മാത്രം ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞെട്ടിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇത്രയും മുന്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 1/2 കിലോയ്ക്ക് കൂടുതലായിട്ട് വേസ്റ്റായിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഒരു 2.5 കിലോയോട് അടുപ്പിച്ചുള്ള മുന്തിരി മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. മുന്തിരി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ പുറന്തോടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഒരുപാട് കെമിക്കൽസ് അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ചെങ്കിലും കളയാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്തിരി വാഷ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളത്തിലൊരു 1/2 മണിക്കൂറെങ്കിലും മിക്സാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയാണ് ഈ മുന്തിരി വൈനിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. മുന്തിരിങ്ങ എല്ലാം ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി കഴുകിയെടുത്ത മുന്തിരിയെ നമുക്കൊരു വൃത്തിയുള്ള തുണിയിലൊന്ന് നിരത്തിയിടണം കേട്ടോ. ഇതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈർപ്പം ഉണ്ടായിരുന്നാൽ വൈൻ അധികം നാൾ ഇരിക്കത്തില്ല. ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് വൈൻ ഇടാനായിട്ട് പോകുന്ന ഭരണി 4 ലിറ്ററിൻ്റെ ഭരണിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുന്തിരി കുറേശ്ശെയായിട്ട് നിറച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം ആദ്യം മുന്തിരി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 1 കിലോ മുന്തിരിക്ക് 750 ഗ്രാം, അതായത് 1/4 കിലോ പഞ്ചസാര എന്ന കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര എന്ന കണക്ക് ഉപയോഗിക്കാം. ഞാൻ 750 ഗ്രാം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് വൈനിന് ആവശ്യമായ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 3-4 പട്ട, 5-6 ഏലക്ക ചതച്ചത്, ഗ്രാമ്പു ഒരു 5-6 എണ്ണം, വേണമെങ്കിൽ 3-4 അല്ലി കുരുമുളക് കൂടെ നമുക്ക് ചതച്ച് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് ചിരട്ട അല്ലെങ്കിൽ തടി കൊണ്ടുള്ള സ്പൂണ് വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിരട്ടത്തവി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, മുന്തിരി നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഈ ചിരട്ടത്തവിയോ തടി കൊണ്ടുള്ള സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു റെഡ് കളറ് ജ്യൂസായിട്ട് നമുക്ക് അപ്പോൾ തന്നെ അതിൽ കാണാനായിട്ട് പറ്റും. പഞ്ചസാരയും മുന്തിരി പൊട്ടുമ്പോഴുള്ള ആ ജ്യൂസും കൂടെ മിക്സായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ സ്പൂണായിരുന്നു കേട്ടോ. പക്ഷേ ഇത് മിക്സ് ചെയ്യാനായിട്ട് നല്ല പാടാണ്. മുന്തിരി പൊട്ടി വരുന്നത് കുറേ ടൈം നമുക്ക് യൂസായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ആലോചിച്ചാണ്, ചിരട്ടത്തവിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മുന്തിരി എളുപ്പത്തിൽ പൊട്ടി വരും. ചിരട്ടത്തവി കിട്ടുവാണെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഭരണിയുടെ 1/4 ഭാഗത്തോളം നമുക്കിതിൽ വെള്ളം ആഡ് ചെയ്യാനായിട്ട് കഴിയും. വെള്ളം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നല്ല തിളപ്പിച്ച് തണുത്ത വെള്ളം മാത്രമേ ഇതിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ഈസ്റ്റ് ആണ്. 1 കിലോയ്ക്ക് 1/2 ടീസ്പൂൺ എന്ന കണക്കിനാണ് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തത്. ഞാൻ 2 കിലോയ്ക്ക് കണക്കാക്കി
1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഈസ്റ്റും പഞ്ചസാരയും ഈ സ്പൈസും മുന്തിരിയൊക്കെ കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഫില്ലായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസ്റ്റും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം ഇതിനകത്ത് നടന്നാൽ മാത്രമേ നല്ല വൈൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ വെച്ച് അതിൻ്റെ പുറത്ത് നമ്മുടെ ഭരണിയുടെ അടപ്പ് വെച്ചതിന് ശേഷം ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഭരണിയുടെ മുകൾ ഭാഗം നമ്മൾ നന്നായിട്ട് ഒരു കയറുകൊണ്ട്, ചെറിയ കയറുകൊണ്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ പ്രോസസ്സിന്റെ പകുതി മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഭരണി നമ്മൾ സൂക്ഷിക്കേണ്ടത് വെളിച്ചം അധികം ഇല്ലാത്ത ഇരുണ്ട ഒരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിലും നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച ആ തടി കൊണ്ടുള്ള ആ സ്പൂൺ ഉപയോഗിച്ച് ആ സ്പൂണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഉണങ്ങിയ ആ സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസത്തിൽ എടുത്ത് നോക്കുന്നതാണ് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ആക്കി ദേ മുന്തിരിയെല്ലാം ഏകദേശം നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല ഒരു മണമാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തന്നെ കുറച്ചെടുത്ത് കുടിച്ചാലോ എന്ന് നമുക്ക് തോന്നിപ്പോവും, അത്രയും മണമായിരുന്നു അവിടെയൊക്കെ. തിരിച്ച് നമ്മൾ ആ പേപ്പറും അടപ്പൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് തിരിച്ച് നമ്മൾ ഭരണി ഇരുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വൈൻ ബോട്ടിൽ തുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി 21ാമത്തെ ദിവസം വീണ്ടും കാണാം. അപ്പോൾ 21 ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ വൈൻ റെഡിയായോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഇടയ്ക്ക് ഇളക്കിയൊക്കെ വെച്ചപ്പോൾ നല്ല മണമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് തുറന്ന് അതിൻ്റെ വൈനെല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൈൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളായിക്കൊള്ളട്ടെ, തുണി ആയിക്കൊള്ളട്ടെ, അരിപ്പായിക്കോട്ടെ, എല്ലാം നല്ലവണ്ണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിരിക്കണം കേട്ടോ നന്നായിട്ട്. വൈൻ അല്ലെങ്കിൽ കേടായി പോവും. അപ്പം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂൺ എടുത്ത് ആ തുണിയിലേക്ക് ഒഴിച്ചു. ഇനി നമ്മളിതിനെ നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇത്രയും അത്യാവശ്യം കളറുണ്ട്, നല്ല മണമുണ്ട്. അങ്ങനെ ഫുൾ നമ്മൾ ഇതുമാതിരി അരിച്ച് ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും വൈനാണ് നമുക്ക് കിട്ടിയത്. ഇതിന് ഞാനിനി ചെയ്യാനായിട്ട് പോകുന്നത് 3 ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺവീറ്റയുടെ നമുക്കറിയാം പണ്ട് 90s കിഡ്സിന് അറിയാം അല്ലേ, അങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ 3 ബോട്ടിലാണ് ഞാൻ കഴുകി എടുത്തത്. അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈൻ നമ്മുടെ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വൈൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ക്രിസ്മസിലേക്കുള്ള വൈൻ റെഡി ആയിട്ടുണ്ട്. 1, 2, ഒരു 2.5 ബോട്ടിൽ വൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിട്ടുണ്ട്. മധുരം കുറച്ചാണ്, നല്ല എഫക്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ വൈനാണ്. അപ്പോൾ 21 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വൈൻ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.